ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യത്തിലാണോ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത്? അതോ ജോലി ആവാത്തതിന്റെ വിഷമത്തിലാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇനി വരുന്ന 2026 ഈ ഒരു വർഷം ഒരു ഓവർസിയർ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമാണ്. ഒരുപാട് എക്സാമുകളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ജൂണിലും ജൂലൈയിലും മഴയ്ക്കൊപ്പം പെരുമഴക്കാലം പോലെ തന്നെ ഒരുപാട് എക്സാംസ് ആണ് ഈ ഒരു ആനുവൽ കലണ്ടറിൽ നമുക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഒരു ഓവർസിയർ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ആലോചിക്കണം അല്ലേ? എന്താണ് അതിൻ്റെ ആവശ്യകത? ജോലിക്ക് വേണ്ടി വെറുതെ ആണോ? അത് എല്ലാവരും പഠിക്കുന്നു ഞാൻ പഠിക്കുന്നു അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾക്ക് ഉറച്ചൊരു ലക്ഷ്യബോധം വേണം. എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഈ ഒരു 2026 ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാവണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അത് ലോങ് ടേം ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇനി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ടത് ആ ഒരു എക്സാമിന്റെ സിലബസ് എന്താണ്. പൊതുവെ ഓവർസിയർ സെക്കൻഡ് ഗ്രേഡ് ആൻഡ് തേർഡ് ഗ്രേഡ് ലെവൽ എക്സാമിന് ഏകദേശം ഒരുപോലെയുള്ള സിലബസ്, അതേപോലെ ഒരേപോലെയുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് വന്ന് കാണാറുള്ളത്. എന്നാൽ ഫസ്റ്റ് ഗ്രേഡ് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എന്നാൽ എയുടെ അത്ര വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പ്രോബ്ലംസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം. സിലബസ് മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഈ ഒരു ഓവർസിയർ സെക്കൻഡ് ആൻഡ് തേർഡ് ഗ്രേഡ് ലെവൽ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ, അതേപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഇത് കൂടാതെ ഈ 4 സബ്ജക്റ്റുകളാണ് നമ്മുടെ പ്രൈം ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇത് കൂടാതെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതേപോലെ തന്നെ ഇറിഗേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ഓട്ടോക്യാഡ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, സെക്കൻഡ് ഗ്രേഡ് ആൻഡ് തേർഡ് ഗ്രേഡ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ സബ്ജക്ട് വെയിറ്റേജ് നോക്കുമ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന് 12 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന് 20 മാർക്ക് വെയിറ്റേജ് ആണ്. അതേപോലെ തന്നെയാണ് എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ് 12 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് 14 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ 4 സബ്ജക്റ്റ് തന്നെ ഏകദേശം 50 മാർക്കിന് മുകളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. സബ്ജക്റ്റുകളൊക്കെ കുറച്ച് അധികം പഠിക്കാനുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ആലോചിക്കുക, ഈ 4 സബ്ജക്റ്റുകൾ മൊത്തമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്കോർ ചെയ്യേണ്ട മാർക്കിന്റെ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിൽ 50-ൽ പരം മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലേക്ക് ഓർമ്മ വരണം. അപ്പോൾ സബ്ജക്റ്റുകൾ അറിയാം. ഇപ്പം ഞാൻ പ്രൈമറി സബ്ജക്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇതേപോലെ ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് അനുസരിച്ച് കൂടെ നിങ്ങൾ പഠിക്കാൻ ശീലിക്കണം. അത് മാത്രം പോരാ, ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 8 മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. 100-ൽ 8 മാർക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം 8% ആയില്ലേ? എന്നാൽ ഈ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സബ്ജക്റ്റോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേഘ്ന മാമിന്റെ ഒക്കെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ എസ്റ്റിമേഷനും പറയാറുള്ളത്. ചില സബ്ജക്റ്റുകൾ ഇങ്ങനെയാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, എന്നാൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സബ്ജക്ട് വെയിറ്റേജ് ആയി, സിലബസ് ആയി. ഇനി എങ്ങനെയാണ് നമ്മളൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റുകളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും നിങ്ങൾ ഏതിലാണ് കുറച്ചുകൂടെ ഏബിൾ പഠിക്കാൻ. ചില ആൾക്കാർ തിയറി സബ്ജക്റ്റുകളായിരിക്കും കൂടുതലായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുക. ചില ആൾക്കാർക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആയിരിക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ കുറേ സബ്ജക്റ്റുകൾ നിങ്ങൾ കുറേ പേര് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ടാകും. എന്നാൽ കുറച്ച് പേരെങ്കിലും അവിടങ്ങളിലൊക്കെ കുറച്ചൊക്കെ കുറച്ച് പഠിച്ചു കുറച്ച് മറന്നു, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന സബ്ജക്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലബ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ്, സർവേ, ഇത് 4 പ്രൈമറി സബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്റ്റിനോട് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, സെക്കൻഡറി സബ്ജക്റ്റുകൾ ക്ലബ് ചെയ്തിട്ടും നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിനുശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സബ്ജക്റ്റിൽ എന്താണ്, ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അപ്പം എല്ലാ സബ്ജക്റ്റും ഇതേപോലെ ആദ്യം തിയറി മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. തിയറി ഒക്കെ മനസ്സിലാക്കി സബ്ജക്റ്റുകൾ ക്ലബ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ,
എന്ത് ചെയ്യണം? കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയും കൂടെ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ പഠിച്ചത് മുഴുവൻ മറന്നു പോകും. എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ അറിയുണ്ടാവും, പക്ഷേ ഏത് പിക്ക് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ വരുന്നില്ലേ? അത് നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ റിവിഷൻ ചെയ്യുന്നതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തിയറി റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് റിവൈസ് ചെയ്യാം. ചില ആൾക്കാർ ഇക്വേഷൻസ് മാത്രം റിമെമ്പർ ചെയ്ത് റിവൈസ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഒരുപാട് തിയറി വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയും കൂടെ വേണം. ഇനി നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തിയറി പഠിക്കണം. തിയറി പഠിക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത വാല്യൂസ്, ചിലപ്പോൾ നിങ്ങളിപ്പം ബ്രിക്കിൻ്റെ ആണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, അതേപോലെ സർവേയിൽ ലീസ്റ്റ് കൗണ്ട് ഉണ്ടായിരിക്കും, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ്, വാല്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ബുക്കിലേക്ക് എഴുതി വെക്കണം. അത് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വായിച്ചാൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പം തിയറി പഠിച്ചു, നമ്മൾ ഷോർട്ട് നോട്ട് പോലെ എല്ലാ എന്താ പറയുക വാല്യൂസ് ഒക്കെ മാറ്റി മാറ്റി എഴുതി. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, റിവൈസും ചെയ്യുന്നുണ്ട്, അത് മാത്രം മതിയോ? ഒരിക്കലും അവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. ക്വസ്റ്റ്യൻസ് ഒരു 3 രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പരിചയപ്പെടണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിക്കുന്നു, സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പരിചയപ്പെടുക. അതിനുശേഷം നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിയുന്ന സമയത്ത് ആ സബ്ജക്റ്റിലെ മൊത്തം സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അത് മാത്രം പോരാ, ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് ഒരു 2 ദിവസം കൊണ്ട് വർക്കൗട്ട് ചെയ്ത് തീരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. 50 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം, 50 ക്വസ്റ്റ്യൻ അടുത്ത ദിവസം. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എക്സാം ഹാളിൽ എങ്ങനെയാണോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അതേപോലെ ബബിൾ ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാ ബുക്ക് സ്റ്റോളിലും നിങ്ങൾക്ക് ബബിൾ ചെയ്യാനുള്ള OMR ഷീറ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സെറ്റ് വാങ്ങുക, നിങ്ങൾ ബബിൾ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പക്ഷേ എക്സാം ഹാളിൽ അതൊക്കെ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും, പിന്നെ ക്വസ്റ്റ്യൻ വായിക്കില്ല പകുതി, അങ്ങനെ പല പല കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുമല്ലോ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ബബ്ലിങ്ങും കൂടെ നടന്നിട്ടില്ലെങ്കിൽ വളരെ പ്രശ്നം സൃഷ്ടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പീഡായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലെത്തി അത് ബബിൾ ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ സെറ്റാണ് നമ്മൾ പഠിക്കേണ്ടത്? സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം, അതേപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഇത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു. ഇനി ഏതൊക്കെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓവർസിയർ ലെവൽ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഏത് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു 60 to 80% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും സ്കോർ ചെയ്യുന്ന എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ വിട്ടു പോകാൻ പാടില്ല. അത് വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓവർസിയറിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓവർസിയർ ലെവലിൽ പഴയ വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അത് മാത്രം പോരാ, നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് പല പല ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിൽ നിന്നുള്ള പ്രീവിയസ് ഇയറിൽ നിന്നാണ്. അപ്പം SSCയുടെ ക്വസ്റ്റ്യൻസ്, അതേപോലെ RRBയുടെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അതൊക്കെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. കാരണം അതൊക്കെ ഒരു ഓവർസിയർ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാംസ് ആണ്. അപ്പം SSCയുടെയും RRBയുടെയും നിങ്ങൾ പഠിക്കുക. അവിടെ വെച്ച് നിർത്തരുത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ AE എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നുള്ള വലിയ പ്രോബ്ലം മാറ്റി നിർത്തി ചെറിയ ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതുകൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അപ്പം 3 ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ആദ്യം നിങ്ങൾ ഓവർസിയർ ലെവലുള്ളത് പഠിക്കുക, രണ്ടാമതായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, മൂന്നാമതായിട്ട് AE എക്സാമിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 1 മാർക്ക് അല്ല, പ്രോബ്ലം അല്ലാത്ത ചെറിയ ചെറിയ തിയറി ഭാഗങ്ങൾ പഠിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പുതിയൊരാളെയും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു എക്സാം നടന്നു, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം. അതിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് പഠിക്കണം. അതിന് നിർബന്ധമായിട്ടും ഓൾ ഇന്ത്യ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ചെയ്ത് ശീലമാവുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തിയറി പഠിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ
എല്ലാം ആയെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എക്സാംസ് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കരുത്. വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷനെ അപ്രോച്ച് ചെയ്യുക. പല പ്രശ്നങ്ങളും ഇതിനിടയിൽ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള പ്രയാസങ്ങളാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങളാവാം. ചിലപ്പം എക്സാമിന് പഠിച്ച് ഒരു സ്റ്റേജ് എത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കൊണ്ടും ടെൻഷനിലേക്ക് എത്താം. ടെൻഷൻ അടിക്കാനേ പാടില്ല. വളരെ ഫ്രീ ആയിട്ട് മനസ്സിനെ വെക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ടുണ്ടെങ്കിൽ വിജയം നിങ്ങൾക്ക് എന്തായാലും ലഭ്യമാകും, അല്ലെങ്കിൽ വിജയം നമുക്ക് കൈയെത്തി പിടിക്കാൻ സാധിക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കണം. പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എക്സാമിന് മൊത്തം പഠിച്ചു, പക്ഷേ എക്സാം ഹാളിൽ പോയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു മിസ്സേ, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അങ്ങനെ ആവരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ വിജയം നമുക്ക് ലഭ്യമാകും. 2026 അവസാനത്തോടു കൂടി എല്ലാവർക്കും എക്സാംസ് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഓവർസിയറിൻ്റെ ലിസ്റ്റിലേക്ക് എല്ലാവരും കയറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.